പ്രിയ വിദ്യാർത്ഥികളെ, എല്ലാവർക്കും ട്രിഗണോമെട്രിയുടെ ലാസ്റ്റ് ടോപ്പിക് പുതിയ ടോപ്പിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കണ്ടിന്യൂഷനായിട്ട് ട്രിഗണോമെട്രി നമ്മളിങ്ങനെ പോന്നു. സൈന് കോസിലെത്തി, സൈഡ് റിലേഷൻ പഠിച്ചു. 30, 60, 90, 45, 45, 90 സൈഡിൽ വെച്ച് ചെയ്തു. ദെൻ കോഡ് ലെങ്ത് 2r സൈൻ c/2 യൂസ് ചെയ്തു. ദെൻ സൈന് കോസ് അപ്ലൈ ചെയ്തു, സൈഡ്സ് കാൽക്കുലേറ്റ് ചെയ്തു, ടാൻ യൂസ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്തു. ദെൻ ലാസ്റ്റ് പാർട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ആ ലാസ്റ്റ് പാർട്ട് ഒരു ടോപ്പിക്കാണത്. അത് വെച്ചിട്ട് നമുക്ക് കുറച്ച് പ്രാക്ടീസ് പ്രോബ്ലം ചെയ്യാനുണ്ട്. ലാസ്റ്റ് സൈഡ് ഹെഡിങ് ചെയ്ത ഡിസ്റ്റൻസസ് ആൻഡ് ഹൈറ്റ്സ്. ഡിസ്റ്റൻസസ് ആൻഡ് ഹൈറ്റ്സ്. ഇവിടെ ഒരു ചെറിയൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. നമുക്കറിയാം, നമ്മുടെ ഒരു വസ്തു, ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ നോക്കുമ്പോൾ സ്ട്രെയിറ്റ് വ്യൂ ആണ് നമ്മളെപ്പോഴും ഉണ്ടാകുക, അല്ലേ? യൂഷ്വൽ ലൈൻ ഓഫ് സൈറ്റ്, നമ്മളെ കണ്ണിൽ നിന്ന് ഒരു സൈറ്റ് പാസ് ചെയ്യുന്നുണ്ട്, ലൈൻ ഓഫ് സൈറ്റ് പാസ് ചെയ്യും. നമ്മളൊരു ഒബ്ജക്റ്റിനെ എപ്പോഴും നമ്മളെല്ലാവരും എന്താ പറയുക, നേരെ നോക്കണം എന്നാണ് പറയുക, സ്ട്രെയിറ്റ് വ്യൂ ആണ് നമുക്ക് ഉണ്ടാകുക. പക്ഷേ ഒരു ഒബ്ജക്റ്റ് മുകളിലെ ഭാഗത്ത് അപ്പർ പോർഷനിലാണെങ്കിൽ, മുകളിലെ ഭാഗത്തേക്കാണെങ്കിൽ നമ്മുടെ വ്യൂ ഒന്ന് എന്ത് ചെയ്യും, ഒന്ന് റേസ്ഡ് വ്യൂ ആക്കും, ജസ്റ്റ് ഒന്ന് ഉയർത്തും, റേസ്ഡ് വ്യൂ. അപ്പോൾ സ്ട്രെയിറ്റ് ആണ് എപ്പോഴും, യൂഷ്വൽ ലൈൻ ഓഫ് സൈറ്റ് സ്ട്രെയിറ്റ് ആണ്. ദെൻ ഒബ്ജക്റ്റ് മുകളിലാണെങ്കിൽ ഒന്ന് മേലോട്ട് നോക്കും, അല്ലേ? അല്ലാണ്ട് ഒബ്ജക്റ്റ് മുകളിലുള്ള ഒബ്ജക്റ്റിനെ കാണാൻ ഇങ്ങനെ സ്ട്രെയിറ്റ് വ്യൂവിൽ പോയാൽ മതിയോ? ഇല്ല, സ്ട്രെയിറ്റ് വ്യൂവിൽ പോയാൽ പോരാ. തെങ്ങിൻ്റെ മുകളിൽ തേങ്ങ കാണണമെങ്കിൽ ഇങ്ങനെ നോക്കിയാൽ തേങ്ങ കാണൂല, സ്ട്രെയിറ്റ് വ്യൂ പോരാ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, റേസ്ഡ് വ്യൂ വെക്കും. ഇനി നമ്മളൊരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ കയറി വിചാരിക്കുക, ഒരു വീടിൻ്റെ മുകളിൽ കയറി, അല്ലെങ്കിൽ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് താഴെ കൂടെ ഒരു കാറ് പാസ് ചെയ്യുന്നുണ്ട്. അതിനെ നോക്കാൻ നമ്മൾ ബിൽഡിങ്ങിൻ്റെ മുകളിൽ കയറിയാൽ നമ്മുടെ ലൈൻ ഓഫ് സൈറ്റ് മേലോട്ടായി പോവുമോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. എപ്പോഴും ലൈൻ ഓഫ് സൈറ്റ്, ഒരു ഹ്യൂമൻ ബീങ്സിൻ്റെ ലൈൻ ഓഫ് സൈറ്റ് എപ്പോഴും സ്ട്രെയിറ്റ് വ്യൂ ആണ്. അപ്പോൾ ബിൽഡിങ്ങിൻ്റെ മുകളിൽ കയറി താഴെ ഒരു ഒബ്ജക്റ്റിനെ നോക്കണം. ആ ഒബ്ജക്റ്റിനെ നോക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് ഒന്ന് ലോവേഡ് വ്യൂ ആക്കും, വ്യൂ ഒന്ന് ലോവേഡ് ആക്കും. അതിനെ നമ്മൾ ലൈൻ ഓഫ് സൈറ്റ് സ്ട്രെയിറ്റ്, താഴേക്ക് വരുമ്പോൾ ലോവേഡ് വ്യൂ. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു ഹ്യൂമൻ ബീങ്സിന് 3 വ്യൂസാണ് ശരിക്കുള്ളത്. സ്ട്രെയിറ്റ് വ്യൂ, അതായത് യൂഷ്വൽ ലൈൻ ഓഫ് സൈറ്റ്. റേസ്ഡ് വ്യൂ, ഒബ്ജക്റ്റിൻ്റെ മുകളിലേക്ക് നോക്കാൻ. ലോവേഡ് വ്യൂ, താഴെയുള്ള ഒബ്ജക്റ്റിനെ നോക്കാൻ. അതാണ് 3 കേസിലുള്ളത്. അപ്പോൾ ഇവിടെ ഒരു ഹ്യൂമൻ ഒരാൾ ഗ്രൗണ്ടിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഒരു ടവർ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ്, ഇവിടെയുള്ളൊരു ഒബ്ജക്റ്റിനെ നോക്കുകയാണ്. ഈ പുള്ളിക്കാരൻ്റെ സ്ട്രെയിറ്റ് വ്യൂ, ഇതാണ് യൂഷ്വൽ ലൈൻ ഓഫ് സൈറ്റ് എന്ന് പറയുന്നത്. സ്ട്രെയിറ്റ് വ്യൂ, യൂഷ്വൽ ലൈൻ ഓഫ് സൈറ്റ്. എല്ലാവരും പിക്ചർ ആദ്യം വരച്ചു വെക്കുക, എന്നിട്ട് അതിൻ്റെ ഡെഫിനേഷൻ എഴുതാം. യൂഷ്വൽ ലൈൻ ഓഫ് സൈറ്റ് എല്ലായ്പ്പോഴും നമ്മുടെ സ്ട്രെയിറ്റ് വ്യൂ ആണ് നമുക്കുണ്ടാകുക, നേരെ നോക്കണം എന്നാണ് പറയാം. ഈ ഒബ്ജക്റ്റിനെയാണ് കാണേണ്ടത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ വ്യൂ ഒന്ന് ഇങ്ങനെ മേലോട്ടേക്ക് ചേഞ്ച് ചെയ്തു. ഈ വ്യൂവിന് പറയാം റേസ്ഡ് വ്യൂ എന്ന് പറയാം. റേസ്ഡ് വ്യൂ അല്ലെങ്കിൽ റേസ്ഡ് ലൈൻ ഓഫ് സൈറ്റ്. റേസ്ഡ് വ്യൂ അല്ലെങ്കിൽ റേസ്ഡ് ലൈൻ ഓഫ് സൈറ്റ്. ദെൻ ആംഗിൾ ബിറ്റ്വീൻ യൂഷ്വൽ ലൈൻ ഓഫ് സൈറ്റ് ആൻഡ് റേസ്ഡ് ലൈൻ ഓഫ് സൈറ്റ്, ദാറ്റ് ഈസ് കോൾഡ് ആംഗിൾ ഓഫ് എലവേഷൻ. ഈ ആംഗിളിന് പറയുന്ന പേരാണ് ആംഗിൾ ഓഫ് എലവേഷൻ. അപ്പോൾ ഹൈറ്റ്സ് ആൻഡ് ഡിസ്റ്റൻസിലെ ഫസ്റ്റ് ടോപ്പിക്കാണ് ആംഗിൾ ഓഫ് എലവേഷൻ. What is mean by angle of elevation? Angle between usual line of sight and raised line of sight, that is called angle of elevation. അപ്പോൾ ഈ പിക്ചർ വരയ്ക്കണം. ബോർഡ് ഞാൻ മായ്ക്കും. ഇനി ഡെഫിനിഷൻ പറയുമ്പോൾ പിക്ചർ പിന്നെ ഉണ്ടാവില്ല. അപ്പോൾ ആദ്യം പിക്ചർ വരച്ച് വെക്കുക, എന്നിട്ട് ഡെഫിനിഷൻ പറയുമ്പോൾ എഴുതുക. അപ്പോൾ ഇതാണ് ഒരു മനുഷ്യനെ നമ്മൾ വരയ്ക്കുന്നു വേണ്ട, നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. ഒബ്ജക്റ്റ് ഇവിടെയാണ്. ഈ ഒബ്ജക്റ്റിനെ നമ്മൾ നോക്കുന്നു. എപ്പോഴും നമ്മൾ ലൈൻ ഓഫ് സൈറ്റ് എന്താണ്, യൂഷ്വൽ ലൈൻ ഓഫ് സൈറ്റ് സ്ട്രെയിറ്റ് ആണ്, പാരലൽ ടു ദി ഗ്രൗണ്ടിന് പാരലായിട്ട് വരിക. ദെൻ റേസ്ഡ് വ്യൂ, ഒബ്ജക്റ്റ് മേലോട്ട് നോക്കുമ്പോൾ സ്ട്രെയിറ്റ് വ്യൂ നോക്കി ഇങ്ങനെ പോയിട്ട് കാര്യമില്ല, ജസ്റ്റ് ഉയർത്തണം. ദാറ്റ് ഈസ് റേസ്ഡ് ലൈൻ ഓഫ് സൈറ്റ്. ആംഗിൾ ബിറ്റ്വീൻ യൂഷ്വൽ ലൈൻ ഓഫ് സൈറ്റ് ആൻഡ് റേസ്ഡ് ലൈൻ ഓഫ് സൈറ്റ്, ദാറ്റ് ഈസ് കോൾഡ് ആംഗിൾ ഓഫ് എലവേഷൻ. പറയുന്ന പേരാണെന്ത്, ആംഗിൾ ഓഫ് എലവേഷൻ. അപ്പോൾ ക്ലിയർ ആയല്ലോ? What is meant by angle of elevation? Angle between
usual line of sight and raised line of sight is called angle of elevation. ഓക്കെ, ഇനി ഒരു മനുഷ്യൻ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ ഒരു ഒബ്ജക്റ്റിനെ നോക്കാൻ, താഴേക്ക് ഒരു ഒബ്ജക്റ്റിനെ നോക്കാൻ വേണ്ടി ബിൽഡിങ്ങിൻ്റെ മുകളിൽ കയറി നിൽക്കുകയാണ്. അപ്പോൾ നമുക്കിവിടെ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിൽക്കുന്നത് കൊണ്ടാണ് ആംഗിൾ ഓഫ് ഡിപ്രഷനാണ് അടുത്ത് പഠിക്കാനുള്ളത്. അല്ലാണ്ട് നിന്ന സ്ഥലത്തുനിന്ന് താഴോട്ട് നോക്കിയിട്ട് വലിയ പ്രോബ്ലം ഉണ്ടാവില്ല. അങ്ങനത്തെ പ്രോബ്ലം ചോദിക്കാത്തത് കൊണ്ടാണ് ബിൽഡിങ്ങിൻ്റെ മുകളിൽ കയറിയിട്ട് നിൽക്കുന്നത്. പുള്ളിക്കാരൻ അവിടെ നിൽക്കുകയാണ്. ഇതാണ് മനുഷ്യൻ. പുള്ളിയുടെ സ്ട്രെയിറ്റ് വ്യൂ എപ്പോഴും എന്തായിരിക്കും? യൂഷ്വൽ വ്യൂ എങ്ങനെ? സ്ട്രെയിറ്റ് ആണ്. ഇവിടെയാണ് ഒബ്ജക്റ്റ് ഉള്ളത്. ഈ ഒബ്ജക്റ്റിനെയാണ് നോക്കുന്നത്. ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിലാണ്. അപ്പോൾ എന്ത് ചെയ്തു? ഇതാണ് യൂഷ്വൽ ലൈൻ ഓഫ് സൈറ്റ്. സ്ട്രെയിറ്റ് വ്യൂ ആണ് യൂഷ്വൽ ലൈൻ ഓഫ് സൈറ്റ്. ജസ്റ്റ് താഴേക്ക് നോക്കാൻ മേലോട്ട് നോക്കിയിട്ട് കാര്യമുണ്ടോ? ഇല്ല. പുള്ളീൻ്റെ ലൈൻ ഓഫ് സൈറ്റ് ഒന്ന് താഴത്തേക്ക് മാറ്റി. ഇതിനെ പറയും ലോവേർഡ് ലൈൻ ഓഫ് സൈറ്റ്. ലോവേർഡ് ലൈൻ ഓഫ് സൈറ്റ്. ആംഗിൾ ബിറ്റ്വീൻ യൂഷ്വൽ ലൈൻ ഓഫ് സൈറ്റ് ആൻഡ് ലോവേർഡ് ലൈൻ ഓഫ് സൈറ്റ് ഈസ് കോൾഡ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ. ഈ ആംഗിളിന് പറയുന്ന പേരാണ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ. പുള്ളി ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ കയറി ഞാൻ നിൽക്കുക. ബിൽഡിങ്ങിൻ്റെ മുകളിൽ കയറിയിട്ട് താഴത്തേക്കുള്ള ഒരു ഒബ്ജക്റ്റിനെ ഇങ്ങനെ നോക്കുക. മനസ്സിലായില്ലേ? ആ ബിൽഡിങ്ങിൻ്റെ മുകളിൽ എവിടെയാണുള്ളത്? ഇവിടെ ഇങ്ങനെ ഫിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. എന്നിട്ട് അപ്പോൾ മുകളിൽ കയറിക്കഴിഞ്ഞാൽ നമ്മുടെ ലൈൻ ഓഫ് സൈറ്റ് വളഞ്ഞു പോകുമോ? ഇല്ല, സ്ട്രെയിറ്റ് വ്യൂ തന്നെയാണ് ഉണ്ടാകുക. യൂഷ്വൽ ലൈൻ ഓഫ് സൈറ്റ് എപ്പോഴും സ്ട്രെയിറ്റ് ആണ്. ദെൻ ലോവേർഡ് വ്യൂ നോക്കാൻ വേണ്ടിയിട്ട് ലോവേർഡ് ലൈൻ ഓഫ് സൈറ്റ്. ആംഗിൾ ബിറ്റ്വീൻ യൂഷ്വൽ ലൈൻ ഓഫ് സൈറ്റ് ആൻഡ് ലോവേർഡ് ലൈൻ ഓഫ് സൈറ്റ് ഈസ് കോൾഡ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ന് പറഞ്ഞാട്ടെ. ആംഗിൾ ബിറ്റ്വീൻ യൂഷ്വൽ ലൈൻ ഓഫ് സൈറ്റ് ആൻഡ് ലോവേർഡ് ലൈൻ ഓഫ് സൈറ്റ് ഈസ് കോൾഡ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ. ഈ ആംഗിൾ ഓഫ് ഡിപ്രഷൻ തന്നെയായിരിക്കും ഇവിടെയും കിട്ടുക. എന്താ? ഓൾട്ടർനേറ്റ് ആംഗിൾസ്. കാരണം എന്താ? യൂഷ്വൽ ലൈൻ ഓഫ് സൈറ്റ് ഗ്രൗണ്ടൊക്കെ പാരലൽ ലൈൻസ് ആയിരിക്കും. ഗ്രൗണ്ടിന് പാരലൽ ആയിരിക്കുമല്ലോ എപ്പോഴും സ്ട്രെയിറ്റ് വ്യൂ വരുന്നത്. പാരലൽ ലൈൻസ് കട്ട് എനി ട്രാൻസ്വേഴ്സൽ ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ആർ ഈക്വൽ. അപ്പോൾ ഇവിടെയുള്ള ആംഗിൾ വെച്ചിട്ട് നമുക്ക് സൈഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയില്ല. അതിൻ്റെ ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ് ഇവിടെ ഫോം ചെയ്യുക. അപ്പോൾ രണ്ട് പിക്ചർ എല്ലാവരും വരച്ചു വെച്ചു. ഫസ്റ്റ് വൺ ആംഗിൾ ഓഫ് എലവേഷൻ. എന്തായിരുന്നു ആംഗിൾ ഓഫ് എലവേഷൻ? ആംഗിൾ ബിറ്റ്വീൻ സ്ട്രെയിറ്റ് വ്യൂ ആൻഡ് റേസ്ഡ് ലൈൻ ഓഫ് സൈറ്റ്. straight usual line of sight and raised line of sight, that is called angle of elevation. What is mean by angle of depression? Angle between usual line of sight and lowered line of sight, that is called angle of depression. കറക്റ്റ് ആയല്ലോ? അപ്പോൾ ആംഗിൾ ഓഫ് ഡിപ്രഷൻ പിക്ചർ ഇതാണ്. ആംഗിൾ ഓഫ് എലവേഷൻ്റെ നേരത്തെ നമ്മൾ പിക്ചർ വരച്ചു. ഇനി അവിടെ ഡെഫിനിഷൻ എഴുതി വെക്കുക. യൂഷ്വലി our line of vision is parallel to the ground, full stop. To see things a bit high, bit high, comma, we have to raise this, full stop. The angle between these two lines is called the angle of elevation. ELEVATION, elevation, full stop. When we stand at a high place, we have to lower our sight to see. Things below, full stop. The angle so formed is called angle of depression. DEPRESSION.
PRESSION, ആംഗിൾ ഓഫ് ഡിപ്രഷൻ. എന്നിട്ട് നല്ല മനോഹരമായിട്ട് ആ രണ്ട് പിക്ചറും വരച്ചു. ആദ്യം പിക്ചർ വരച്ചിട്ട് അടിയിൽ ഡെഫിനിഷൻ എഴുതി വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് പറയുമ്പോൾ ആംഗിൾ ബിറ്റ്വീൻ യൂഷ്വൽ ലൈൻ ഓഫ് സൈറ്റ് ആൻഡ് റേസ്ഡ് ലൈൻ ഓഫ് സൈറ്റ് ഈസ് കോൾഡ് ആംഗിൾ ഓഫ് എലവേഷൻ. വാട്ട് ഇസ് മീൻ ബൈ ആംഗിൾ ഓഫ് ഡിപ്രഷൻ? Angle between usual line of sight and lowered line of sight is called angle of depression. Angle of elevation, angle of depression, angle of elevation, angle of depression. ഇതാണ് ഈ ഒരു ടോപ്പിക്കിൽ വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഹൈറ്റ്സ് ആൻഡ് ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒബ്ജക്റ്റിനെ മുകളിലേക്ക് നോക്കുക, താഴേക്ക് നോക്കുക, മുകളിലേക്ക് നോക്കുക, താഴേക്ക് നോക്കുക. അപ്പർ പോർഷനിലേക്ക് നോക്കുമ്പോൾ റേസ്ഡ് വ്യൂ വരുമ്പോൾ ആംഗിൾ ഓഫ് എലവേഷൻ, ലോവേർഡ് വ്യൂ വരുമ്പോൾ ആംഗിൾ ഓഫ് ഡിപ്രഷൻ. ഓക്കെ, ആംഗിൾ ബിറ്റ്വീൻ, ഒന്നുകൂടി ഞാൻ പറയുന്നു, ആംഗിൾ ബിറ്റ്വീൻ യൂഷ്വൽ ലൈൻ ഓഫ് സൈറ്റ് ആൻഡ് റേസ്ഡ് വ്യൂ അല്ലെങ്കിൽ റേസ്ഡ് ലൈൻ ഓഫ് സൈറ്റ് ഈസ് കോൾഡ് ആംഗിൾ ഓഫ് എലവേഷൻ. ആംഗിൾ ബിറ്റ്വീൻ യൂഷ്വൽ ലൈൻ ഓഫ് സൈറ്റ് ആൻഡ് ലോവേർഡ് വ്യൂ ഈസ് കോൾഡ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ. ആ പിക്ചറിലൂടെ തന്നെ അത് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. കേട്ടുക്കുന്നല്ലോ. അപ്പോൾ ഈ ഒരു പ്രോബ്ലം, ഈ ഒരു സെക്ഷനിൽ പ്രോബ്ലത്തിന് പിക്ചർ തരത്തില്ല. പിക്ചർ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ ആയിട്ട് ഉണ്ടാകുക ഡ്രോ റഫ് ഫിഗർ എന്നാണ് വരിക. അപ്പോൾ ഡ്രോ റഫ് ഫിഗർ എന്ന് പറഞ്ഞാൽ 1 മാർക്ക് ഫിഗറിനാണ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഫിഗർ കിട്ടിയാലേ ഉള്ളൂ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ബാക്കി അങ്ങോട്ട് ഇതിനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഫിഗർ നിർബന്ധമായിട്ട് വേണം കേട്ടോ. ഓരോ പ്രോബ്ലം നമുക്ക് ചെയ്യാം, അതിന് ആ സെക്ഷൻ നമുക്ക് ഫിനിഷ് ചെയ്യാം, ഭംഗിയായിട്ട് ഫിനിഷ് ചെയ്യാം. ക്വസ്റ്റ്യൻ 1. വെൻ ദി സൺ ഈസ് എറ്റ് എൻ എലവേഷൻ ഓഫ് 40 ഡിഗ്രി. വെൻ ദി സണ്ണീസ് എന്ന് പറയുമ്പോൾ സണ്ണാണ്, SUN ആണ്, സണ്ണി അല്ല. വെൻ ദി സൺ ഈസ് എറ്റ് എൻ എലവേഷൻ ഓഫ് 40 ഡിഗ്രി, the length of the shadow of a tree, the length of the shadow of a tree is 18 meters. What is the height of the tree? What is the height of the tree? Bracket എഴുതുക. tan 40 is equal to 0.84. tan 40 is equal to 0.84. അപ്പോൾ ഗ്രൗണ്ട് ട്രീ ആളെ ഹൈറ്റ് പറയാത്തത് കൊണ്ട് ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, വെൻ ദി സൺ ഈസ് എറ്റ് എൻ എലവേഷൻ ഓഫ് 40 ഡിഗ്രി. എന്തോ ഒരു വ്യൂ ആണത്, ആ വ്യൂവിൽ 40 ഡിഗ്രിയാണ്, ആളെ ഹൈറ്റ് പറയുന്നില്ല. അപ്പോൾ സണ്ണ് ഇവിടെ എവിടെയോ ഉണ്ട്. അപ്പോൾ സണ്ണിനെ 40 ഡിഗ്രിയിൽ കാണുമ്പോൾ ഒരു ട്രീയുടെ ഷേഡോ എത്ര? ട്രീയുടെ ഷേഡോ 18 മീറ്റർ. ചില ആളുകൾ പിക്ചർ വരയ്ക്കുമ്പോൾ സണ്ണ് കൊണ്ടുപോയിട്ട് ട്രീൻ്റെ മുകളിൽ കൊണ്ടുപോയി വെക്കും അല്ലേ. ഈ ട്രീൻ്റെ മുകളിലുണ്ടായിരിക്കുന്ന ഒരു കായല്ല എന്ത്, സണ്ണ്. സണ്ണ് ട്രീൻ്റെ മുകളിലാണ് ഉണ്ടാകുക? അല്ല, സണ്ണ് അവിടെ മുകളിലാണ് ഉണ്ടാകുക. ആ സമയത്ത് ട്രീയുടെ ഷേഡോ എത്ര എന്നാണ് പറയുന്നത് അല്ലേ. സണ്ണിനെ 40 ഡിഗ്രിയിൽ എലവേറ്റ് ചെയ്യുമ്പോൾ നോക്കുമ്പോൾ അവിടെ അകത്ത് താഴെയുള്ള ഒരു ട്രീയുടെ ഷേഡോ 18 മീറ്റർ. അപ്പോൾ ആംഗിൾ ഓഫ് എലവേഷൻ 40 ഡിഗ്രി, എച്ച് ഈസ് ദി ഹൈറ്റ് ഓഫ് ദി ട്രീ, 18 മീറ്റർ ഷേഡോ. സണ്ണ് അവിടെയാണ് ഉണ്ടാകുക. അത് നമ്മൾ ഇമാജിനറി ആയിട്ട് വരച്ചാൽ മതി, വരയ്ക്കണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ഞാൻ ഇതിനൊരു നെയിം ചെയ്തു, ABC. AB ഈസ് ദി ഹൈറ്റ് ഓഫ് ദി ട്രീ, BC ഈസ് ദി ഷേഡോ ഓഫ് ദി ട്രീ, 40 ഡിഗ്രി ആംഗിൾ ഓഫ് എലവേഷൻ. സണ്ണിനെ വ്യൂ ചെയ്യുന്ന ആംഗിളാണ് ആംഗിൾ ഓഫ് എലവേഷൻ. ചില ആളുകൾ എന്ത് ചെയ്യുന്നറിയോ, ആംഗിൾ ഇവിടെ കൊണ്ടുപോയിട്ട് മാർക്ക് ചെയ്യും. സണ്ണിൻ്റെ മുകളിലേക്ക് കൊണ്ടുപോയിട്ടാണോ സണ്ണിനെ നോക്കുക? അല്ല. 12 o'clock സണ്ണിനെ നമ്മൾ വാച്ച് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഷേഡോ, 1 o'clock സണ്ണിനെ വാച്ച് ചെയ്യുമ്പം പ്രത്യേക ഷേഡോ അല്ലേ. താഴെ ഗ്രൗണ്ടിൽ നിന്നിട്ട് ആ സണ്ണിനെ നമ്മൾ നോക്കുക, അല്ലാണ്ട് എയറിൽ കയറിയിട്ട് സണ്ണിനെ പോയി നോക്കുകയല്ല. എയറിൽ കയറിയിട്ടേ സണ്ണിനെ നോക്കുകയല്ല ചെയ്യുന്നത്. അപ്പോൾ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നോക്കുകയാണെങ്കിൽ പ്രത്യേകം പറയും ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്നാണെന്നൊക്കെ പറയും. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ പറഞ്ഞിരിക്കുന്നു ആംഗിൾ ഓഫ് എലവേഷൻ 40 ഡിഗ്രി, ഹൈറ്റ് ഓഫ് ദി ട്രീ കാൽക്കുലേറ്റ് ചെയ്യണം, ദെൻ ലെങ്ത് ഓഫ് ദി ഷേഡോ 18 മീറ്റർ. ഓപ്പോസിറ്റ് സൈഡ് H, അഡ്ജസൻറ്റ് സൈഡ് BC. O/A tan. Tan 40 is equal to O/A.
tan 40 is equal to h by BC. 0.84 equal to h by 18. h is equal to 18 into 0.84. സിമ്പിളാണ്, 2 മാർക്കിൻ്റെ ചെറിയ ക്വസ്റ്റ്യൻ ആണ്. പ്രൊഡക്റ്റ് ചെയ്യുക. 84 ഇൻറ്റു 18, 8 4s are 32, ബാലൻസ് 3, 8 8s are 64 പ്ലസ് 3 67, 1 4 4 8, 2 11, ബാലൻസ് 1, 14 പ്ലസ് 1, അപ്രോക്സിമേറ്റ് 15.12 മീറ്റർ ഈസ് ഹൈറ്റ് ഓഫ് ദി ട്രീ. 15.1 മീറ്റർ. 1 2 എഴുതിയാലും കുഴപ്പമില്ല, 1 എഴുതിയാലും കുഴപ്പമില്ല, മീറ്റർ മസ്റ്റാണ്. അപ്പോൾ ഹൈറ്റ് ഓഫ് ദി ട്രീ ഈസ് ഈക്വൽ ടു 15.12 മീറ്റർ. അപ്പോൾ ഫിഗർ, ഇമാജിനറി ഫിഗർ സിമ്പിളാണല്ലോ. സൺ എവിടെ വരയ്ക്കണമെന്നും ട്രീ എവിടെ വരയ്ക്കണമെന്നും ഗ്രൗണ്ട് എവിടെയായിരിക്കുന്നു, കണ്ണ് സൈറ്റ് വരയ്ക്കുമ്പോൾ നമ്മൾ കണ്ണ് മാത്രം മതി. ആളെ ഹൈറ്റ് പറയുമ്പം എ ബോയ് അല്ലെങ്കിൽ എ ഗേൾ, എ മാൻ എന്നൊക്കെ പറയുമ്പോൾ അവരെ ഹൈറ്റ് അവർ തരും. അപ്പോഴാണ് അവരെ വരയ്ക്കേണ്ടതുള്ളൂ കേട്ടോ. അപ്പോൾ 15.12 മീറ്റർ എന്ന് കിട്ടി. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. When the sun is at an elevation of 35 degree, when the sun is at an elevation of 35 degree, comma, the shadow of a tree is 10 meter. 35 ഡിഗ്രിയിൽ എലവേഷൻ ആകുമ്പോൾ ഷേഡോ, ഒരു ട്രീയുടെ ഷേഡോ 10 meters. ഫുൾ സ്റ്റോപ്പ്. വാട്ട് വുഡ് ബി ദി ലെങ്ത് ഓഫ് ദി ഷേഡോ, വാട്ട് വുഡ് ബി ദി ലെങ്ത് ഓഫ് ദി ഷേഡോ ഓഫ് ദി സെയിം ട്രീ? അതേ മരം തന്നെ, മരത്തിന് നീളം വെക്കൂല. കാരണം 12 മണിക്ക് ഒരു മരത്തിൻ്റെ ലെങ്ത്ത് ഇത്ര, 1 മണിയാകുമ്പോൾ നീളം കൂടി, 1:30 ആകുമ്പോൾ നീളം അങ്ങനെ കൂടുന്നില്ല, ഷേഡോ ചേഞ്ച് ആവുള്ളൂ. 12 o'clock ഒരു ഷേഡോ, 1 o'clock വേറെ ഷേഡോ, 3 o'clock വേറെ ഷേഡോ, 40 ഡിഗ്രിയിൽ നോക്കുമ്പോൾ ഒരു ഷേഡോ, 60 ഡിഗ്രിയിൽ നോക്കുമ്പോൾ ഒരു ഷേഡോ. ട്രീ അവിടെ തന്നെ ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഷേഡോ ഓഫ് എ ട്രീ 10 meters. വാട്ട് വുഡ് ബി ദി ലെങ്ത് ഓഫ് ദി ഷേഡോ ഓഫ് ദി സെയിം ട്രീ വെൻ ദി സൺ ഈസ് അറ്റ് എൻ എലവേഷൻ ഓഫ് 25 degree? അതേ ട്രീനെ വേറൊരാൾ 25 ഡിഗ്രിയിൽ നോക്കുകയാണ്. ആൾ നോക്കുക എന്ന് പറയുമ്പോൾ കണ്ണ് മാത്രമേ ഉള്ളൂ, ഐ മാത്രമേ ഉള്ളൂ, സൈറ്റ് മാത്രമേ ഉള്ളൂ, ആളെ ഹൈറ്റില്ല. അപ്പോൾ ഇവിടെ 2 ഫിഗറായിട്ട് ചെയ്യണം. ബ്രാക്കറ്റിൽ എഴുതി വെച്ചോളാം. tan 35 ഈക്വൽ ടു 0.7. അപ്പോൾ നിങ്ങൾ ഇയാളെന്തിത്ത ഒരു ഡെസിമൽ തന്നതെന്ന് 0.7002 എന്നാണ് വരുന്നത് അതിൻ്റെ വാല്യൂ. പിന്നെ അതൊരു ഡെസിമൽ അല്ലാണ്ട് പിന്നെ എന്തിട്ട് എടുക്കുക? 0.7002നെ എന്താ എടുക്കുമ്പോൾ tan 35 ഈക്വൽ ടു 0.7 എന്നെടുത്താൽ മതി. 0.7. നെക്സ്റ്റ് tan 25 ഈക്വൽ ടു 0.47. 0.47. അപ്പോൾ ഫസ്റ്റ് ഫിഗർ ട്രീ ഗ്രൗണ്ട് ആംഗിൾ ഓഫ് എലവേഷൻ 35 degree, ABC ഹൈറ്റ്, ടവർ ഷേഡോ എത്രയാണ് വരുന്നത്? ഫസ്റ്റത്തെ കേസിൽ ഷേഡോ വരുന്നത് 10 meter. ഇവിടെയാണ് സണ്ണ് മരത്തിൻ്റെ മുകളിൽ കൊണ്ടുപോയി ഫിറ്റ് ചെയ്യരുത്. മരത്തിൻ്റെ മുകളിൽ കായല്ല സണ്ണെന്ന് പറയുന്നത്. സണ്ണ് അവിടെ മുകളിലാണ് ഉണ്ടാകുക, സ്കൈയിലാണ് ഉണ്ടാകുക. അപ്പോൾ ആംഗിൾ ഓഫ് എലവേഷന് അങ്ങനെ അങ്ങോട്ട് പോവുക. അതിൻ്റെ അടിയിൽ വരുന്നതാണ് ട്രീ ഗ്രൗണ്ട്. അപ്പോൾ ട്രീ എ ബി ഗ്രൗണ്ട് ഷാഡോ 10 meter. ദെൻ ഫസ്റ്റ്ലി ഫൈൻഡ് ഔട്ട് ഹൈറ്റ് ഓഫ് ദി ട്രീ. tan 35 ഈക്വൽ ടു, എന്തുകൊണ്ടാണ് ടാൻ യൂസ് ചെയ്യുന്നത്? O/A. പറഞ്ഞേ O/A. സൈൻ ഈക്വൽ ടു O/H, കോസ് ഈക്വൽ ടു A/H, ടാൻ ഈക്വൽ ടു O/A. ഇവിടെ O കാണണം, A തന്നിട്ടുണ്ട്. H/10. tan 35 എത്ര മക്കളെ? 0.7 ഈക്വൽ ടു H/10. H is equal to 10 into 0.7, 7 meter. ആ ട്രീയുടെ ഹൈറ്റ് എത്ര മക്കളെ? 7 meter. അപ്പോൾ 35 ഡിഗ്രിയിൽ നോക്കിയാലും 7 meter, 25 ഡിഗ്രിയിൽ നോക്കിയാലും 7 meter, 45 ഡിഗ്രിയിൽ നോക്കിയാലും 7 meter, 60 ഡിഗ്രിയിൽ പോയിട്ട് നോക്കിയാലും 7 meter. ഒരേ ദിവസം ട്രീൻ്റെ ഹൈറ്റ് ഇങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കുമോ? 12 o'clock ഹൈറ്റ്, 1 o'clock വേറെ ഹൈറ്റ്, അങ്ങനെ ചേഞ്ച് ആവില്ല.
ദിവസങ്ങൾ എടുത്താലും മാറും, നമ്മൾ അറിയത്തില്ല, കാണത്തില്ല. അപ്പോൾ നമ്മളിവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, ഒരേ ട്രീനെ ഡിഫറെൻറ്റ് ആംഗിൾസിലാണ് നോക്കുന്നത്. ഫസ്റ്റ് ആംഗിൾ 35 ഡിഗ്രി, ആംഗിൾ ഓഫ് എലിവേഷൻ 35 ഡിഗ്രി. ദെൻ ഫൈൻഡ് ഹൈറ്റ് ഓഫ് ദി ട്രീ, h is equal to 7 മീറ്റർ. ഇനി അതേ ട്രീ 7 മീറ്ററുള്ള ട്രീ വേറൊരു പുള്ളിക്കാരൻ പോയിട്ട് ഇങ്ങനെ നോക്കുകയാണ്. 25 ഡിഗ്രിയിലാണ് മൂപ്പര് നോക്കുന്നത്. എത്ര ഡിഗ്രിയിലാണ്? 25 ഡിഗ്രിയിലാണ് നോക്കുന്നത്. ഹൈറ്റ് എത്രയാണ് വരിക? ട്രീൻ്റെ ഹൈറ്റ് കണ്ടുപിടിച്ചത് കൊണ്ട് 7 തന്നെ എഴുതാം. ഷേഡോ ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഷേഡോ BC ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇതിൻ്റെ ഫസ്റ്റ് ഫിഗറിൽ ഷേഡോ തന്നു, ഹൈറ്റ് ഓഫ് ട്രീ, ദാറ്റ് ഇസ് ക്ലൂ. സെക്കൻഡ് ഫിഗറിൽ ഹൈറ്റ് ഓഫ് ട്രീ 7 തന്നെ, ഷേഡോ കാൽക്കുലേറ്റ് ചെയ്യണം. സെയിം ട്രീ എന്ന് പറഞ്ഞത് കൊണ്ടാണ്, അതല്ലാണ്ട് വേറെ ട്രീന് ഇഷ്ടം പോലെ പോയി നോക്കാം. ഇവിടെ ഒരേ ട്രീനെ തന്നെ 25 ഡിഗ്രിയിലും 35 ഡിഗ്രിയിലും നോക്കുകയാണ് കേട്ടോ. അപ്പോൾ tan 25 തന്നെയാണല്ലോ. O/A പറഞ്ഞേ, O/A. tan 25 is equal to AB/BC. tan 25 0.47 equal to 7 AB 7 by BC അല്ലേ? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ BC into 0.47, ഇതാ BC into 0.47 equal to 7. BC is equal to 7 divided by 47. ഇതുവരെ നമ്മൾ ഡെസിമൽസിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ, അപ്പോൾ ഡിവിഷൻ വരുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, ജസ്റ്റ് ഒന്ന് വർക്ക് ചെയ്യണമെന്നുള്ളൂ കേട്ടോ. അപ്പോൾ tan 25 യൂസ് ചെയ്തു. ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്, ഓപ്പോസിറ്റ് സൈഡ് 7, അഡ്ജസൻറ്റ് സൈഡ് BC. tan 25 വാല്യൂ 0.47, AB 7 by BC. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ we get BC is equal to 7 divided by 0.47. Multiplying both numerator and denominator by 100, 700 by 47. എടുത്തു കൊണ്ടുപോവുക വർക്കിംഗ് കോളത്തിലേക്ക്. 700 by 47. 1 time 47, 3, 6 carry over ചെയ്തു 2, 230. 230ൽ 6 പോവില്ല, 5 പോവുമോ? ഇല്ല, 4. 28 ബാലൻസ് 2, 16 + 2 18, 20, 12, 4, 0, 0.8, 8 times 56 ബാലൻസ് 5, 14.8, അപ്രോക്സിമേറ്റ്ലി 14.8 വേണമെങ്കിൽ 14.8 നമുക്ക് എന്താക്കാം, 15 വേണമെങ്കിലാക്കാം. 14.8 റൗണ്ട് ചെയ്തിട്ട് 15 ആക്കി എഴുതുന്നതിന് കുഴപ്പമില്ല. അപ്പോൾ 14.8 തന്നെ എഴുതിയാൽ മതി. 14.8 മീറ്റർ. ഒരു ഡെസിമൽ വലിയ ഇതൊക്കെ നമ്മൾ ഒരു ഡെസിമൽ പ്ലേസെങ്കിലും കാൽക്കുലേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അവിടെ എന്ത് ചെയ്തു, ഫസ്റ്റ് ഫിഗർ യൂസ് ചെയ്തു, ഹൈറ്റ് ഓഫ് ദി ട്രീ കാൽക്കുലേറ്റ് ചെയ്തു. വളരെ സുഖമാണ് ഹൈറ്റ് ഓഫ് ദി ട്രീ കാൽക്കുലേറ്റ് ചെയ്യാൻ, കാരണം 0.7 × 10 ആണ്. 7 മീറ്റർ ഹൈറ്റ് ഓഫ് ദി ട്രീ. ദെൻ സെക്കൻഡ് ഫിഗർ tan 25 ചേഞ്ച് ചെയ്തു. ആംഗിൾ എലവേഷൻ, ആംഗിൾ ഓഫ് എലവേഷൻ ചേഞ്ച് ആയി. ഹൈറ്റ് ഓഫ് ദി ട്രീ സെയിം, ലെങ്ത് ഓഫ് ദി ഷേഡോ ചേഞ്ച് ആവും. ദെൻ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്, tan 25 0.47, 7 by BC. ദെൻ cross multiplication we get BC is equal to 7 divided by 0.47. Multiplying both numerator and denominator by 100, 700 by 47. Approximate വരുന്നത് 1 times 47, 23, 0 put ചെയ്തു. Then 4 times 28, 188. Then 42 subtract ചെയ്തു. 20 ഇട്ടു, 0 ഇട്ടു, 0 ഇട്ടു, 56 ബാലൻസ് 5, 37. ദെൻ അതിനെ നമുക്ക് വീണ്ടും ചെയ്ത് കഴിഞ്ഞാൽ 14.8 സംതിങ് വരും. അപ്പോൾ നമുക്ക് 15 വേണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ 14.8 മീറ്റർ എന്ന് എഴുതി വെച്ചാൽ മതി. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഡെസിമൽസിൻ്റെ മുകളിലുള്ള പരിപാടി, ഡെസിമൽസിനെ എന്താക്കേണ്ട പണി നിങ്ങളതാണ്, അത് എൻ്റെ പണിയല്ല, നിങ്ങൾ ചെയ്യുക, അത് നീറ്റാക്കി എഴുതുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ 2 ഫിഗർ വന്നു. എലവേഷൻ തന്നെയാണ്. ഫസ്റ്റ് കേസ് 35 ഡിഗ്രി ആംഗിൾ ഓഫ് എലവേഷൻ, സെക്കൻഡ് കേസ് 25 ഡിഗ്രി. ഫസ്റ്റിൽ ഹൈറ്റ് ഓഫ് ട്രീ കാൽക്കുലേറ്റ് ചെയ്തു, സെക്കൻഡിൽ ഷേഡോ, ലെങ്ത് ഓഫ് ദി ഷേഡോ കാൽക്കുലേറ്റ് ചെയ്തു. അപ്പം ഫിഗറിനനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കണം ഐഡിയാസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക.
third one. From the top of an electric post, two wires are stretched to either side and fixed to the ground 25 meters apart. അത് ഇലക്ട്രിക് പോസ്റ്റ് രണ്ട് ഭാഗത്തേക്കും വലിച്ച് കെട്ടി 25 meters apart. The wires make angle 55 degree. The wires makes angles 55 degree and 40 degree. 55 degree and 40 degree. 55 degree and 40 degree. With the groundലാണ് ആംഗിൾ ഉണ്ടാക്കുന്നത്. What is the height of the post? അപ്പോൾ നേരത്തെ നമ്മൾ മുമ്പ് ചെയ്ത പോലെ കുറച്ചൊരു റിസ്ക് അല്ല, കാൽക്കുലേഷൻ കൂടുതലുള്ളൊരു പ്രോബ്ലമാണ്. ഇവിടെ ശ്രദ്ധിക്കുക, ഇതാണ് ഇലക്ട്രിക് പോസ്റ്റ്. ഒന്നും വരയ്ക്കരുത്, മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. ഇലക്ട്രിക് പോസ്റ്റിൻ്റെ രണ്ട് ഭാഗത്തേക്കും വരിഞ്ഞ് കെട്ടി. ഡിസ്റ്റൻസ് 25 മീറ്ററാണ്. രണ്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് 25 മീറ്ററാണ്. ആംഗിൾസ് കാണിക്കുന്നത് ഒന്ന് 55 ഡിഗ്രി ആംഗിളും ഒന്ന് 40 ഡിഗ്രി ആംഗിളുമാണ്. ഇതിനെ എക്സ് ആക്കി എടുക്കുക. എന്താ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? ഹൈറ്റ് ഓഫ് ദി ഇലക്ട്രിക് പോസ്റ്റ്. ഹൈറ്റ് ഓഫ് ദി പോസ്റ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഏരിയ ഒന്നും കാണാൻ പോകണ്ട, എക്സ് ആണ് കിട്ടേണ്ടത്. എ ഡി ഇസ് ദി ഇലക്ട്രിക് പോസ്റ്റ്. ആംഗിൾ ബി ആംഗിൾ ഓഫ് എലവേഷൻ. ആംഗിൾ സി ആംഗിൾ ഓഫ് എലവേഷൻ 40 ഡിഗ്രി. ബി 55, സി 40 ഡിഗ്രി. ഇവിടെ പോസ്റ്റിനെ വരിഞ്ഞിങ്ങോട്ട് കെട്ടുന്നതിനെയാണ് നമ്മൾ പറയുന്നത്. ഗ്രൗണ്ടിലാണ് ആംഗിൾ ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. വാല്യൂസ് വേണ്ടേ? എഴുതി വെച്ചോളി, വാല്യൂ എഴുതി വെച്ചോളി. tan 55 = 1.43. tan 55 മക്കളെ 1.43. ദെൻ tan 40 ഒക്കെ നമുക്ക് ബൈ ഹാർട്ട് ആയി പോയിട്ടുണ്ടാവും അല്ലേ. tan 40 = 0.84. tan 55 1.43 പിടിച്ച് നമ്മൾ വെറുതെ ഇനി അത്രയും ഷോർട്ട് ആക്കണ്ട, ലാസ്റ്റ് ആൻസറിന് വേണേൽ ഷോർട്ട് ആക്കിയാൽ മതി കേട്ടോ. ദെൻ യൂസിങ് tan 55 ബി ഡി കാൽക്കുലേറ്റ് ചെയ്യുക. യൂസിങ് tan 40 സി ഡി കാൽക്കുലേറ്റ് ചെയ്യുക. ബി ഡി പ്ലസ് സി ഡി 25. കാൽക്കുലേഷൻ റേഞ്ച് വി ഗെറ്റ് എക്സ്. ദാറ്റ് ഈസ് ഹൈറ്റ് ഓഫ് ദി ട്രീ. അത്രയോ പണിയുള്ളൂ. നല്ല കാൽക്കുലേഷനാണ്. ചെയ്യുക, വളരെ സിമ്പിളായിട്ട് ചെയ്യുക. ഒന്നിനും നമ്മൾ എന്ത് ചെയ്യേണ്ട, പേടിക്കേണ്ട ആവശ്യമില്ല. ഇതെല്ലാം ഇതിൻ്റെ അപ്പുറവും നമ്മൾ ചെയ്തതാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക? tan 55 = O/A. O എത്രയാണ് മക്കളെ? എക്സ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ആരാ? ബി ഡി. tan 55 1.43 = x/BD. ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ബി ഡി x/1.3. ഇക്വേഷൻ നമ്പർ 1 ശരിയാണല്ലോ. 1.43 ഇൻറ്റു ബി ഡി ആണ് വരിക, = ദെൻ ബി ഡി ഇൻറ്റു 1.43 റൈറ്റോട്ട് മാറ്റി ഡിവൈഡഡ് ബൈ 1.43 x/1.43. ദെൻ tan 40 O/A 0.84 = x ആണ് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് സി ഡി. ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ സി ഡി ഇൻറ്റു 0.4 x. സി ഡി x/0.84. ഇക്വേഷൻ നമ്പർ 2. ബി ഡി x/1.43. സി ഡി x/0.84. Adding BD and CD, equation 1 and 2, add we get 25. അപ്പോൾ ഞാനത് ഇവിടെ എഴുതിയിട്ടൊന്ന് എന്ത് ചെയ്യാൻ പോവുകയാണ്, മായച്ചാളും കേട്ടോ. x/1.43 പ്ലസ് x/0.84 = 25. നമ്മൾ മുമ്പ് ചെയ്ത ഓർമ്മയില്ലേ? tan 14 tan 65 ഒക്കെ വെച്ചിട്ട് 6 ഒക്കെ തന്നിട്ട് ഇക്വേറ്റ് ചെയ്തുണ്ടാക്കി അതേപോലത്തെ പ്രോബ്ലം. എക്സ് ടേക്കിംഗ് ഔട്ട്സൈഡ് 1/1.43 plus 1/0.84 = 25. Cross multiplication
1 into 0.84, 0.84 plus 1 into 1.43 divided by 1.43 into 0.84 equal to 25. Equal to 25. ഇനി ഇവിടെ ചെറിയ ഭാഗം ഒന്ന് മായ്ക്കുകയാണ്, കാരണം മൾട്ടിപ്ലിക്കേഷനും ഒക്കെ ചെയ്യണ്ടേ, സ്പേസ് ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക, കാൽക്കുലേഷൻ നല്ലോണം ചെയ്യാനുള്ള പ്രോബ്ലംസാണ് ഉണ്ടാവുക. കാൽക്കുലേറ്റ് ചെയ്യാൻ കറക്റ്റായിട്ട് അറിയണം എന്ന് മാത്രമേ ഇതിലുള്ളൂ. ആദ്യം പ്രൊഡക്റ്റ് ചെയ്യുക. 1.4384, 4 3s are 12, balance 1, 16 plus 1 17, balance 1, 4 plus 1 5, 24 balance 2, 32 plus 2 34, balance 3, 8 plus 3 11, 2 7 plus 4 11, balance 1, 6 plus 4 10, balance 1 2 1. How many decimal place? 4 decimal place. 1 2 3 4. 1.2012 ഞാൻ 1.2 എടുത്ത്, തൽക്കാലം അത്ര മതി, കാലം തന്നെ ഇപ്പോൾ കാണുന്നില്ലല്ലോ. 1.2 എടുത്തേ. ഇനി ആഡ് ചെയ്യുക. 1.43 പ്ലസ് 0.84, 7 12, ബാലൻസ് 1 2.27. 2.27 by 1.2 ഈക്വൽ ടു 25. അപ്പോൾ ഡിനോമിനേറ്റേഴ്സ് പ്രൊഡക്റ്റ് ചെയ്തു, ന്യൂമറേറ്റേഴ്സ് ആഡ് ചെയ്തു. എക്സ് ഇൻറ്റു 2.27 ബൈ 1.2 ഈക്വൽ ടു 25. ഇനി റൈറ്റ് സൈഡിലേക്ക് റെസിപ്രോക്കൽ കൊണ്ട് പ്രൊഡക്റ്റ് ചെയ്യണ്ടേ? റെസിപ്രോക്കൽ കൊണ്ട് പ്രൊഡക്റ്റ് ചെയ്യണം, ഡിവൈഡ് ചെയ്യണം, എക്സ് കാൽക്കുലേറ്റ് ചെയ്യണം. എക്സ് ഈക്വൽ ടു 25 ഇൻറ്റു ഡിനോമിനേറ്റർ റൈറ്റോട്ട് പോകുമ്പോൾ മാറി 1.2 ഡിവൈഡഡ് ബൈ 2.7. 25 ഇൻറ്റു 1.2 അറിയാത്തവരുണ്ടെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യാം. 5 2s are 10, ബാലൻസ് 1 4 50, 5 2 0 0 3, 1 ഡെസിമൽ പ്ലേസ് 30 വരും. 30 ഡിവൈഡഡ് ബൈ 2.27. എക്സ് ഈക്വൽ ടു 30 ഡിവൈഡഡ് ബൈ 2.27. മൾട്ടിപ്ലൈയിങ് 100, 3000 ഡിവൈഡഡ് ബൈ 227. ഡിവൈഡ് ചെയ്യുക. ഒന്നും കാൽക്കുലേറ്റർ യൂസ് ചെയ്യരുതേ മക്കളെ. ദെൻ 1 ടൈം 227, ബാലൻസ് 3 9 7, 730 ഇറക്കിട്ടു. ദെൻ 3 21, ബാലൻസ് 2 3 2s are 6 8, 3 2s are 6 9 4 ഇറക്കിട്ടു. 2 ടൈംസ് 14, ബാലൻസ് 1, 2 2s are 4 5, 2 2s are 4, അത്ര മതി. 13.2. എക്സ് ഈക്വൽ ടു ഹൈറ്റ് ഓഫ് ദി ഇലക്ട്രിക് പോൾ ഈക്വൽ ടു 13.2 മീറ്റർ എന്ന് എഴുതി വെക്കുക. എന്തൊരു, നമ്മൾ കാൽക്കുലേഷൻ ചെയ്ത് അവസാന ആൻസർ ഇങ്ങോട്ട് കറക്റ്റായി കിട്ടുമ്പോൾ എന്തൊരു സുഖം ഉണ്ടാവും മനസ്സിനെന്നറിയോ. 13.2 മീറ്റർ. അപ്പോൾ ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്? tan 55 യൂസ് ചെയ്തു, ഇക്വേഷൻ ഉണ്ടാക്കി. tan 40 യൂസ് ചെയ്തു, ഇക്വേഷൻ ഉണ്ടാക്കി. BD പ്ലസ് CD ആഡ് ചെയ്തു 25. എക്സ് ടേക്കിംഗ് ഔട്ട്സൈഡ്, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ, സിംപ്ലസ്റ്റ് ഫോം, ദെൻ ഫ്രാക്ഷൻ ട്രാൻസ്പോസ് റൈറ്റ് സൈഡ്, ടേക്കിംഗ് റെസിപ്രോക്കൽ ആൻഡ് മൾട്ടിപ്ലൈയിങ്. വി ഗെറ്റ് 30 by 2.27. Multiplying both the numerator and denominator by 100, we get 3000 by 227, and divide, rearrange to one place, we get 13.2 meter. Height of the electric post equal to 13.2 meter എന്ന് അവിടെ എഴുതി വെക്കുമ്പം അതിമനോഹരമായിരിക്കും അത്, അല്ലേ? വളരെ മനോഹരമാണത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? വളരെ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള, കാൽക്കുലേഷൻ കൂടുതലായിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. നമ്മൾ നേരത്തെ ചെയ്തത് കൊണ്ട് നമുക്കത് പ്രശ്നമില്ല. നേരത്തെ 6നെ വെച്ചിട്ട് ഇതുപോലെ ചെയ്ത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത കുട്ടികളായതുകൊണ്ട് നോ പ്രോബ്ലം. നമുക്കിതല്ല, ഇതിൻ്റെ അപ്പുറവും നമ്മൾ ചെയ്യും. മനസ്സിലായില്ലേ? ഇതല്ല, ഇതിൻ്റെ അപ്പുറവും നമ്മൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യും. അതുകൊണ്ട് നമുക്ക് ഇതൊന്നൊരു വിഷയമേ അല്ലാന്നേ, ഇതൊന്നൊരു പ്രശ്നമേ അല്ല. അടുത്ത ക്വസ്റ്റ്യൻ. എ 1.5 മീറ്റർ ടാൾ ബോയ്, അതാ വരുന്ന ആളെ ഹൈറ്റ്.
a 1.5 meter tall boy. So the top of a building SAW, so the top of a building under construction, at an angle of elevation of 30 degree, അതായത് പണി നടന്നുകൊണ്ടിരിക്കുന്നൊരു ബിൽഡിങ്ങിനെ പുള്ളിക്കാരൻ നോക്കുക 30 ഡിഗ്രിയിൽ മേലോട്ട് ഇങ്ങനെ നോക്കിക്കുക അവിടെ പോയിട്ട്. ഫുൾ സ്റ്റോപ്പ്. ദി കംപ്ലീറ്റഡ് ബിൽഡിംഗ് വാസ് 10 meters higher. അപ്പോൾ 10 മീറ്ററും കൂടി കംപ്ലീറ്റ് ചെയ്തു, ഹയർ കൂട്ടിയിട്ട് കംപ്ലീറ്റ് ചെയ്തു, ബിൽഡിങ് കംപ്ലീറ്റ് ചെയ്തു. ആൻഡ് ദി ബോയ് സോ ഇറ്റ്സ് ടോപ്പ് അറ്റ് ആൻ എലവേഷൻ ഓഫ് 60 ഡിഗ്രി. മൂപ്പർ എന്ത് ചെയ്തു, ബിൽഡിങ്ങിൻ്റെ പണി കഴിയുന്നവരെ അവിടെ നിൽക്കുക, വീണ്ടും 60 ഡിഗ്രിയിൽ നോക്കി. 60 ഡിഗ്രി ഫ്രം ദി സെയിം സ്പോട്ട്. അവിടെ തന്നെയാണ്, മൂപ്പർ അനങ്ങിയില്ല, സെയിം സ്പോട്ട് എന്നാണ് നോക്കുന്നത്. വാട്ട് ഈസ് ദി ഹൈറ്റ് ഓഫ് ദി ബിൽഡിംഗ്? കംപ്ലീറ്റ് ബിൽഡിങ് എത്രയാണ് ഹൈറ്റ് എന്നാണ്. അപ്പോൾ പിക്ചർ വളരെ വൃത്തിയായിട്ട് വരയ്ക്കണം, 1 മാർക്കാണ്. ഇതാണ് കൺസ്ട്രക്റ്റഡ് ബിൽഡിംഗ്. ഗ്രൗണ്ട്. കുട്ടിയെ നമ്മളിങ്ങനെ വരയ്ക്കുക, പക്ഷേ അതെപ്പോഴും നമ്മൾ എക്സാമിനൊന്നും വരയ്ക്കരുത്. കാരണം എന്താ പറയുക, എപ്പോഴും സ്ട്രെയിറ്റ് ലൈൻസ് മതി കേട്ടോ. കുട്ടീനെ വരച്ചിട്ട് ബോറാക്കണ്ട, സ്ട്രെയിറ്റ് ലൈനായിട്ട് കാണിച്ചാൽ മതി. ഇപ്പോൾ ഞാൻ മനസ്സിലാകാൻ വേണ്ടിയിട്ട് വരയ്ക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ട്രെയിറ്റ് വ്യൂ, അറിയാലോ. ഇവിടെയാണ് ബിൽഡിങ്, ഇത്രയും ബിൽഡിങ്ങിൻ്റെ ആണ് നടന്നുകൊണ്ടിരിക്കുകയാണ്, പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ബിൽഡിങ്ങിനെ ഫസ്റ്റ് നോക്കുന്നത് എത്ര ഡിഗ്രിയിലാണ് കുട്ടി ഫസ്റ്റ് നോക്കുന്നത് മക്കളെ? 30 ഡിഗ്രിയിലാണ് നോക്കുന്നത്. ഫസ്റ്റ് നോക്കിയത് 30 ഡിഗ്രിയിൽ. സന്തോഷം, 30യിൽ നോക്കട്ടെ. പിന്നെ ബിൽഡിങ്ങിൻ്റെ വർക്ക് കുറച്ചുകൂടി 10 മീറ്റേഴ്സും കൂടി ഇൻക്രീസ് ചെയ്തു. 10 മീറ്ററും കൂടി ഇൻക്രീസ് ചെയ്തു. പുള്ളി അവിടെ തന്നെ ഉണ്ട്, അവിടെ നിന്ന് പൊസിഷൻ മാറില്ല, സെയിം സ്പോട്ടിലാണ് നിൽക്കുന്നത്. വീണ്ടും ടോപ്പിലേക്ക് നോക്കി, എത്ര ഡിഗ്രിയിലാക്കാണ് നോക്കുന്നത്? 60 ഡിഗ്രിയിൽ നോക്കി. ഹൈറ്റ് 1.5. ഇവിടെ എക്സൈറ്റ് എടുക്കുക 10. അപ്പോൾ കംപ്ലീറ്റ് ബിൽഡിംഗ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്ന AB, CDEF. ഫിഗർ നോക്ക്. ഗ്രൗണ്ട് FB ഗ്രൗണ്ട്, AB ഹൈറ്റ് ഓഫ് ദി കംപ്ലീറ്റ് ബിൽഡിംഗ് അല്ലെങ്കിൽ ഫുള്ളായിട്ടുള്ള ബിൽഡിംഗ്. കൺസ്ട്രക്റ്റഡ് ബിൽഡിംഗ് ആണ് ആര്? BC. കൺസ്ട്രക്റ്റഡ് ബിൽഡിങ്ങിൻ്റെ ടോപ്പിലേക്ക് നോക്കുന്നു 30 ഡിഗ്രിയിൽ. ഫസ്റ്റ് ആരാണ് നോക്കുന്നത്? 1.5%. 1.5 മീറ്റർ ഹൈറ്റുള്ള ഒരാളാണ് നോക്കുന്നത്. ആളെ ഹൈറ്റ് ഇത് അവിടെ കാണിച്ചിരിക്കുന്നു. അതിന് പാരലായിരിക്കും ഇവിടെയും 1.5. ഇവിടം വരെ ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ നടത്തിയത്. ദെൻ അതിനെ കംപ്ലീറ്റ് ആക്കി 10 മീറ്ററും കൂടി ഇൻക്രീസ് ചെയ്തിട്ട് ഉയർത്തിയിട്ട് 10 മീറ്ററും കൂടി കംപ്ലീറ്റ് ആക്കി, 10 മീറ്റർ ഹയർ ആക്കിയിട്ട് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ടോപ്പിലേക്ക് നോക്കുന്നത് 60 ഡിഗ്രി. ഫസ്റ്റ് കേസ് 30 ഡിഗ്രി, സെക്കൻഡ് കേസ് 60 ഡിഗ്രി. അപ്പോൾ പിക്ചർ കറക്റ്റ് ആയല്ലോ. ഗ്രൗണ്ട്, മാൻ അല്ലെങ്കിൽ ബോയ്, ആംഗിൾ ഓഫ് എലവേഷൻ ടോപ്പ് ഓഫ് ദി ബിൽഡിംഗ്, കൺസ്ട്രക്റ്റഡ് ബിൽഡിംഗ് 30 ഡിഗ്രി, ആൻഡ് ടോപ്പ് ഓഫ് ദി ഫൈനൽ ബിൽഡിംഗ് അല്ലെ ഫൈനൽ പൊസിഷൻ എത്ര? 60 ഡിഗ്രി നോക്കുന്നു. അറ്റ് ദി സെയിം സ്പോട്ടിൽ നിന്ന്. ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് AB ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ടോട്ടൽ ഹൈറ്റ് ഓഫ് ദി ബിൽഡിംഗ് AB ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് വാല്യൂസ്, ഡെസിമൽ വാല്യൂ തന്നിട്ടില്ല. 30, 60 ആയതുകൊണ്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? tan 30 1/√3 പഠിച്ചിട്ടുണ്ട്, tan 60 √3 പഠിച്ചിട്ടുണ്ട്. ഒരു പ്രോബ്ലം, എല്ലാ സെക്ഷനിലും ഒരു പ്രോബ്ലം നമ്മൾ ഫ്രാക്ഷനിലൂടെ ചെയ്ത് പഠിക്കണം. tan 30 = 1/√3, tan 60 = √3 യൂസ് ചെയ്തിട്ട് ചെയ്യാം. ഫസ്റ്റ് ഞാൻ tan 30 യൂസ് ചെയ്തിട്ട് ആരെ കാൽക്കുലേറ്റ് ചെയ്യുന്നു? ED കാണുക, ബേസ് ED കാണുക, ED കണ്ട, ED കാൽക്കുലേറ്റ് ചെയ്തു.
ടാൻ 60 യൂസ് ചെയ്തിട്ട് ഇതാണ് വലിയ ട്രയാങ്കിൾ, അവിടെയും കോമൺ സൈഡ് ആരാണ്? ഇ ഡി. അപ്പോൾ ഈ രണ്ട് ആംഗിൾസ് തരുമ്പോൾ കോമൺ സൈഡ്, ട്രയാങ്കിളിലെ കോമൺ സൈഡ് ഏതാണെന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. കൺസിഡർ ട്രയാങ്കിൾ എ ഡി ഇ, കോമൺ സൈഡ് വരുന്നത്. കൺസിഡർ ട്രയാങ്കിൾ സി ഡി ഇ, ഇതാണ് രണ്ട് റൈറ്റ് ട്രയാങ്കിൾസ്. എ ഡി ഇ ആൻഡ് സി ഡി ഇ, പറഞ്ഞേ, എ ഡി ഇ ആൻഡ് സി ഡി ഇ, ഇതാണ് രണ്ട് റൈറ്റ് ട്രയാങ്കിൾസ്. ഇ ഡി ആണ് കോമൺ സൈഡ്. അപ്പോൾ 2 ആംഗിൾസ് തരുമ്പോൾ 3 ആംഗിൾസ് എന്തായാലും ഉണ്ടാവില്ല. 2 ആംഗിൾസിൽ 2 ട്രയാങ്കിൾസ് കൺസിഡർ ചെയ്തു കോമൺ സൈഡ് കാൽക്കുലേറ്റ് ചെയ്യാം. ദെൻ ഫസ്റ്റ് ഞാൻ ട്രയാങ്കിൾ സി ഡി ഇ, കൺസിഡർ ട്രയാങ്കിൾ സി ഡി ഇ, കൺസിഡർ ട്രയാങ്കിൾ സി ഡി ഇ. ടാൻ 30 is equal to O by A. ടാൻ 30 is equal to 30യുടെ ഓപ്പോസിറ്റ് ഇതല്ലേ 30, സി ഡി ഇയിൽ 30യുടെ ഓപ്പോസിറ്റ് ആരാ? എക്സ്. എക്സ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ആരാ? ഇ ഡി. അഡ്ജസൻറ്റ് സൈഡ് ഇ ഡി, കോമൺ സൈഡ്, രണ്ട് ട്രയാങ്കിളും കോമൺ സൈഡ് ഇ ഡി ആണ് നമ്മൾ മൈൻഡിൽ വെച്ചിട്ടുണ്ട്. ടാൻ 30 is equal to ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ടാൻ 30 വാല്യൂ 1/√3. 1/√3 is equal to എക്സ് ബൈ ഇ ഡി. ഇ ഡി is equal to x√3, ഇക്വേഷൻ നമ്പർ 1. അപ്പോൾ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ടാൻ 30 കൺസിഡർ, ആദ്യം നമ്മൾ എന്ത് ചെയ്തു? ഫിഗർ വരയ്ക്കുക, 1 മാർക്ക്, 1 മാർക്ക് ഫിഗറിന് മാത്രമുള്ളതാണ്. ദെൻ ഫിഗറിൽ റൈറ്റ് ട്രയാങ്കിൾസ് കണ്ടുപിടിച്ചു. ഏതൊക്കെയാണ് ഇവിടെ റൈറ്റ് ട്രയാങ്കിൾ? നെയിമൊക്കെ നമ്മൾ കൊടുക്കുന്നതാണ്. റൈറ്റ് ട്രയാങ്കിൾസ് ഏതൊക്കെയാണ്? എ ഡി ഇ ലാർജർ റൈറ്റ് ട്രയാങ്കിൾ, സി ഡി ഇ സ്മോളർ റൈറ്റ് ട്രയാങ്കിൾ. ദെൻ കോമൺ സൈഡ് ഓഫ് ബോത്ത് റൈറ്റ് ട്രയാങ്കിൾസ് ഇ ഡി. രണ്ട് റൈറ്റ് ട്രയാങ്കിളിലെയും കോമൺ സൈഡ് ആരാണ്? ഇ ഡി. ദെൻ യൂസിങ് ടാൻ 30 ഫൈൻഡ് ഇ ഡി. ഇ ഡി is equal to x√3. ദെൻ നെക്സ്റ്റ് ടാൻ 60 കാണാം, ലാർജർ റൈറ്റ് ട്രയാങ്കിൾ. ഓപ്പോസിറ്റ് സൈഡ് എത്രയാണ് മക്കളെ? എ ഡി. ഓപ്പോസിറ്റ് സൈഡ് എ ഡി ബൈ അഡ്ജസൻറ്റ് സൈഡ് ഇ ഡി. ഒ ബൈ എ. ഓപ്പോസിറ്റ് സൈഡ് എ ടു ഡി വരെയാണ്. എ ഡി ഇ എന്ന് പറയുന്ന ട്രയാങ്കിൾ, കൺസിഡർ ട്രയാങ്കിൾ എ ഡി ഇ, ലാർജർ ട്രയാങ്കിൾ എ ഡി ഇ ആണ്. ഓപ്പോസിറ്റ് സൈഡ് എ ഡി എക്സ് പ്ലസ് 10, ബേസ് വരുന്നത് ഇ ഡി ആണ്. ടാൻ 60യുടെ വാല്യൂ എത്രയാണ്? √3. √3 is equal to എക്സ് പ്ലസ് 10 ബൈ ഇ ഡി. എക്സ് പ്ലസ് 10 എങ്ങനെ വന്നു? ഇതാ ഇവിടുന്ന് മുതൽ ഇവിടം വരെ എക്സ്. ദെൻ ഹൈറ്റ് 3 മീറ്ററും കൂടി ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ദെൻ ലെങ്ത്ത് എ ഡി is equal to ഓപ്പോസിറ്റ് സൈഡ് എക്സ് പ്ലസ് 10 ബൈ ഇ ഡി. ക്രോസ് ചെയ്യുക. ഇ ഡി ഇൻറ്റു √3 is equal to എക്സ് പ്ലസ് 10. ഇ ഡി is equal to എക്സ് പ്ലസ് 10 ബൈ √3, ഇക്വേഷൻ നമ്പർ 2. എക്സ് പ്ലസ് 10 ബൈ √3 എന്താ മക്കളെ? ഇക്വേഷൻ നമ്പർ 2. ഫസ്റ്റ് ഇക്വേഷന് ഇ ഡി കാൽക്കുലേറ്റ് ചെയ്തു, സെക്കൻഡ് ഇക്വേഷനും ഇ ഡി കാൽക്കുലേറ്റ് ചെയ്തു. ബോത്ത് ഇ ഡീസ് ആർ ഈക്വൽ. ബോത്ത് ഇ ഡീസ് ആർ ഈക്വൽ. രണ്ട് ഇ ഡി എന്താണ്? ഈക്വൽ ആണ്. ഇ ഡി is equal to ഇ ഡി. x√3 is equal to എക്സ് പ്ലസ് 10 ബൈ √3. x√3 is equal to എക്സ് പ്ലസ് 10 ബൈ √3. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. x√3 ഇൻറ്റു √3 3x ഈക്വൽ ടു എക്സ് പ്ലസ് 10. 3x മൈനസ് എക്സ് ഈക്വൽ ടു 10. 2x ഈക്വൽ ടു 10. x ഈക്വൽ ടു 5. എക്സ് എത്ര കിട്ടി മക്കളെ? 5. ഇതാ രണ്ടിലും ഇ ഡി, കോമൺ സൈഡ് ഇ ഡി. വെറുതെയാണോ കോമൺ സൈഡ് കണ്ടുപിടിച്ചത്? അല്ല, ഇക്വേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബോത്ത് ഇ ഡീസ് ആർ ഈക്വൽ. x√3 is equal to എക്സ് പ്ലസ് 10 ബൈ √3. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. x√3 ഇൻറ്റു √3 3x is equal to എക്സ് പ്ലസ് 10. 3x മൈനസ് എക്സ് ഈക്വൽ ടു 10. 2x ഈക്വൽ ടു 10. x ഈക്വൽ ടു 5. ഇനി നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. ഹൈറ്റ് ഓഫ് ദി ബിൽഡിംഗ് ഈക്വൽ ടു 10 പ്ലസ് 5 പ്ലസ് 1.5. കുട്ടീൻ്റെ ഹൈറ്റും കൂടി ആഡ് ചെയ്യണം. ഹൈറ്റ് ഓഫ് ദി ബിൽഡിംഗ് ഈക്വൽ ടു 10 പ്ലസ് 5 പ്ലസ് 1.5, 16.5 മീറ്റർ. എന്തൊരു മനസ്സിനൊരു സന്തോഷമുണ്ട്. 16.5 മീറ്റർ.
അപ്പോൾ ഇവിടെ 2 ആംഗിൾ തരുമ്പോൾ ഫിഗർ തരുമ്പോൾ 2 ഇക്വേഷൻ ഫോം ചെയ്യണം. കോമൺ സൈഡിലായിരിക്കണം കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള സൈഡ്സ് കണ്ടുപിടിക്കാം. അപ്പോൾ വളരെ ശ്രദ്ധിക്കണം. 2-3 പ്രോബ്ലം വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. കോംപ്ലിക്കേറ്റഡ് എന്നല്ല, കാൽക്കുലേഷൻ ശ്രദ്ധിക്കേണ്ട പ്രോബ്ലമാണ്. കുറച്ച് വർക്ക് ചെയ്യേണ്ട പണി മാത്രമേ ഉള്ളൂ. ഒരു പ്രോബ്ലം ഈ സെക്ഷനിൽ ഉണ്ടാവും. ലാസ്റ്റ് 5 മാർക്കിന് വരുന്ന ഒരു പ്രോബ്ലം ഈ സെക്ഷനിൽ ചോദിക്കും. കേട്ടുക്കുന്നല്ലോ. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ് വരിക. അത് ക്വസ്റ്റ്യൻ കണ്ട് ഫിഗർ അനലൈസ് ചെയ്യണം. അതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ ഇവിടെ ഫിഗർ കറക്റ്റ് വരച്ചു. AB ഹൈറ്റ് ഓഫ് ദി ടോപ്പ് ഹൈറ്റ് അല്ലേ, ഫുൾ ഹൈറ്റ് ബിൽഡിംഗ്. ദെൻ FB ഗ്രൗണ്ട്, ആളാണ് ഇത് 1.5 മീറ്റർ EF. ദെൻ ആംഗിൾ ഓഫ് എലവേഷൻ ടോപ്പ് ഓഫ് ദി കൺസ്ട്രക്റ്റഡ് ബിൽഡിംഗ് 30 ആൻഡ് ഫുൾഡ് ബിൽഡിംഗ് എത്ര വന്നു 60 ഡിഗ്രി. ദെൻ യൂസിങ് tan 30 ഫൈൻഡ് ED, യൂസിങ് tan 60 ഫൈൻഡ് ED. രണ്ടിലും ED ആണ് കോമൺ സൈഡ്. അപ്പോൾ ഫസ്റ്റ് ഫിഗർ വരയ്ക്കണം. സെക്കൻഡ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യണം. ദെൻ ട്രയാങ്കിൾസിൽ കോമൺ സൈഡ് ഏതാണെന്നും കൂടി ഇമാജിൻ ചെയ്യണം. അപ്പോൾ കോമൺ സൈഡ് ഫിഗറിൽ നിന്ന് മനസ്സിലാക്കി വെച്ചു. ദെൻ ടാൻ ആയതിന് 99% ടാനാണ് യൂസ് ചെയ്യേണ്ടത്. ടാൻ യൂസ് ചെയ്തു. ആ കോമൺ സൈഡ് 2 ഇക്വേഷനിൽ കണ്ടുപിടിച്ചു. ആ ബോത്ത് സൈഡ്സ് ആർ ഈക്വലാക്കി മിസ്സിങ് സൈഡ്സ് കണ്ടുപിടിച്ചു. ആണല്ലോ. അപ്പോൾ ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ലാസ്റ്റ് നമ്മൾ എഴുതി വെച്ചു ഹൈറ്റ് ഓഫ് ദി ബിൽഡിംഗ് ഈക്വൽ ടു 16.5 മീറ്റർ. ഇവിടെ ഫ്രാക്ഷൻ വാല്യൂ കൊടുത്തിരിക്കുന്നത് ഏതൊരു സെക്ഷൻ ചെയ്യുമ്പോഴും ഒരു ഫ്രാക്ഷൻ വാല്യൂ അപ്ലൈ ചെയ്യണം. ഡെസിമൽ വാല്യൂസ് തരില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും സാർ ഇത് 30-60 ആണെങ്കിൽ നമുക്ക് റേഷ്യോ കൊടുത്തൂടെ? റേഷ്യോ കൊടുക്കുക, അതിന് കുഴപ്പമൊന്നുമില്ല. റിസ്ക് ആയിട്ട് ചെയ്യണ്ട കേട്ടോ. വളരെ സിമ്പിളായിട്ട് tan 30 1/√3, tan 60 √3 പഠിച്ചതല്ലേ. sin 30 1/2, cos 30 √3/2, tan 45 1 ഒക്കെ പഠിച്ചതാണ്. അത് വെച്ചിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ 4 പ്രോബ്ലംസ് ആണ്. ആംഗിൾ ഓഫ് എലവേഷൻ പഠിച്ചു, ആംഗിൾ ഓഫ് ഡിപ്രഷൻ പഠിച്ചു, 4 എക്സാമ്പിൾസ് ചെയ്തു അല്ലേ. ആംഗിൾ ഓഫ് എലവേഷൻ, ആംഗിൾ ബിറ്റ്വീൻ സ്ട്രെയിറ്റ് യൂഷ്വൽ വ്യൂ ആൻഡ് റേസ്ഡ് വ്യൂ. ആംഗിൾ ഓഫ് ഡിപ്രഷൻ, ആംഗിൾ ബിറ്റ്വീൻ യൂഷ്വൽ വ്യൂ ആൻഡ് ലോവേർഡ് വ്യൂ. മനസ്സിലായല്ലോ. ഇനി ഒരൊറ്റ ടോപ്പിക്കും കൂടി ഇതിൻ്റെ സെക്ഷനായിട്ട് വരുന്നുണ്ട്, കണ്ടിന്യൂഷൻ ആയിട്ടുള്ള പ്രോബ്ലം. ഓക്കെ, നന്ദി, നമസ്കാരം.